അടുത്തതായി പാലക്കാട് ചിറ്റൂർ സ്ഥിതി ചെയ്യുന്ന അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഗൈഡിന് എത്തിയിരിക്കുന്നത് പാലക്കാടാണ്. 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ ഇന്ന് കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റർ ബിന്ദു മാം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് മാമിനോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മാം, ലൈവ് TV കേരളയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. മാം, ഈ അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മാമിന്റെ അമ്മയായിട്ട് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ? അമ്മ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതാണ്. 34 വർഷത്തെ സർവീസ് കഴിഞ്ഞ ശേഷം അമ്മ ഈ സ്ഥാപനം തുടങ്ങാൻ റെഡി. അമ്മയ്ക്ക് സോഷ്യൽ സർവീസ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അമ്മ റിട്ടയർ ആയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാമെന്ന് തീരുമാനിക്കുകയും 1993 ഈ സ്ഥാപനം തുടങ്ങിയത്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? അതാണ് അമ്മയ്ക്ക് ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ഈ പാലക്കാട് പ്രത്യേകിച്ചിട്ടും പെൺകുട്ടികൾക്ക് തൊഴിൽ സാധ്യത വളരെ കുറവാണ്. കാർഷിക മേഖലയാണ്. നമുക്ക് പെൺകുട്ടികളെല്ലാം ഇപ്പോൾ 30 വർഷം മുമ്പ് തന്നെ പറയുന്നത് +2 കഴിഞ്ഞ ഉടനെ കല്യാണം, അങ്ങനെ അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിട്ടുള്ളൊരു സമയമാണ്. അപ്പം അപ്പം വിചാരിച്ചു ഈ +2 കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ SLC കഴിഞ്ഞ കുട്ടികൾക്ക് ഈ നഴ്സിംഗ് കോഴ്സ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഒരു ജോലി സാധ്യത ഉറപ്പാണ്. അന്ന് നമ്മളാണ് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അപ്പം ജോലി സാധ്യത ഉറപ്പാണ് എന്നുള്ളതിലാണ് അമ്മ ഈ കോഴ്സ് തുടങ്ങിയത്. ഒന്നാമത് പിന്നെ എന്താ വെച്ചാൽ, പിന്നെ അന്ന് ഈ ഫീസ് ഇവിടെ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നത് പുറത്തു പോകണം. നല്ല ഫീസ് സ്ട്രക്ചറാണ് അവിടെ. അപ്പം കുറഞ്ഞ ഫീസിൽ നമ്മളുടെ ഇവിടെയുള്ള നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് ഇവിടെയുള്ള നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഹോസ്പിറ്റൽസും, ഇവിടെ കോയമ്പത്തൂർ, പാലക്കാട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമ്മുടെ കുട്ടികളെ ട്രെയിനിങ്ങിനും അത് കഴിഞ്ഞ ശേഷം അവർക്ക് ജോലിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും 30 വർഷമായിട്ട്. അപ്പൊ ഇവിടെ എന്തെല്ലാം കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ മെയിനായിട്ടും നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ, പിന്നെ എക്സ്റേ, ഫാർമസി, OT ഓപ്പറേഷൻ തിയേറ്റർ കോഴ്സ്, ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഇതൊക്കെ എത്ര വർഷത്തെ കോഴ്സാണ്? ലാബ് ടെക്നീഷ്യനും നഴ്സിംഗും എല്ലാം ഈ 2 വർഷത്തെ കോഴ്സാണ്. എല്ലാം 2 വർഷത്തെ കോഴ്സാണ്. ഓക്കെ. ഇവിടെ ഇപ്പം പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളതെന്ന് കേട്ടു. അപ്പൊ അവരെ പറ്റിയിട്ടൊന്ന്. എൻ്റെ അമ്മയെ കുറിച്ച് തന്നെ പറയണം. കാരണം അവർ ഇത്രയും വർഷം സർവീസ് ചെയ്ത് അവരിപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സർവീസിന് റിട്ടയർഡ് ആയിട്ടുള്ള നഴ്സുമാരാണ് വേറെ സ്റ്റാഫുകളും. അതുപോലെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാബിലാണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഫീസിലൊക്കെ ഇളവ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഫീസ് സ്ട്രക്ചർ തന്നെ നമ്മുടെ കുറവാണ് മറ്റുള്ള നഴ്സിംഗിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് SC ST കുട്ടികൾക്ക് പ്രത്യേകം കൺസെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും കാലം, ഇപ്പം 30 വർഷം എന്ന് പറഞ്ഞല്ലോ, 30 വർഷം ചെറിയൊരു കാലയളവല്ല. അപ്പൊ ഈ 30 വർഷത്തിനിടയ്ക്ക് എത്ര ബാച്ച് ഇവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ടാവും? ഇഷ്ടംപോലെ ബാച്ചസ് ഉണ്ട്. അതായത് ഓരോ വർഷം നമ്മൾ 4ഉം 5ഉം ബാച്ച് വെച്ചിട്ട് പോവാറുണ്ട്. 5-6 ബാച്ചൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഒരു 7 ബാച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഒരു 100-150 ബാച്ചസോളം പോയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഒരു ബാച്ചിലൊക്കെ എത്ര കുട്ടികളൊക്കെ ഉണ്ടാവും? ഒരു ബാച്ചിൽ ഏകദേശം 30-35 അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പൊ ഈ പാസ് ഔട്ട് ആവുന്ന കുട്ടികളുടെ പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? അപ്പം അതായത് ആദ്യത്തെ വർഷം നമ്മൾ ഇവിടെ ക്ലാസ് ആണ്, ഫുള്ളും നഴ്സിംഗിന്റെ ആണെങ്കിൽ ലാബ് ആണെങ്കിൽ ഇവിടെ
ക്ലാസ്സും അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ചെയ്യും. പിന്നെ സെക്കൻഡ് ഇയർ നമ്മൾ പ്രാക്ടിക്കലിന് വിടും. പാലക്കാടുള്ള പല ഹോസ്പിറ്റൽസ്, അതുപോലെ കോയമ്പത്തൂർ, ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള എല്ലാ തൃശ്ശൂരുള്ള എല്ലാ ഹോസ്പിറ്റൽസിനും ഒരു സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് പ്രാക്ടിക്കലാണ്. അത് കഴിഞ്ഞ് എക്സാം കഴിയുമ്പം ഇവർക്കെല്ലാം നമ്മൾ തന്നെ ജോലിയാക്കി കൊടുക്കും. പല വിവിധ ഹോസ്പിറ്റലുകളിൽ അവർക്ക് പ്ലേസ്മെന്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ഇപ്പം കോയമ്പത്തൂർ, പാലക്കാട് ഏരിയയിലൊക്കെ തന്നെയാണ്. പാലക്കാട് മെയിൻ ആയിട്ട്, പിന്നെ നമ്മുടെ കോയമ്പത്തൂര് കുട്ടികൾ, തൃശ്ശൂര്, ഇപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നൊക്കെ ഹോസ്പിറ്റൽസ് നമുക്ക് വിളിക്കാറുണ്ട്, നഴ്സുമാരെ വേണമെന്ന് വെച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇത്രയും പറഞ്ഞല്ലോ, നമ്മൾ ഇനിയിപ്പം അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? അർച്ചന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിപ്പോ നമ്മൾ BSSന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, നമുക്ക് അതിനുള്ള അപ്രൂവലിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നഴ്സിംഗ് 4 കോഴ്സിന് നമ്മൾ അപ്രൂവലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫിനെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ അമ്മ, നേരത്തെ പറഞ്ഞു ശകുന്തള മാഡം, ഡയറക്ടറാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ഡയറക്ടറാണ്. ഇത് ഇവിടുത്തെ മാനേജറാണ് സുനേഷ ദേവി. ഇത് നഴ്സിംഗ് മാഡം ഫസീല, ലാബിലെ മാഡം നിമ്മി, പിന്നെ ഒരു മാഡം അവർ ഇന്ന് നേരത്തെ പോയതാണ് വത്സല മാഡം. അവർ ഇതുപോലെ റിട്ടയർഡ് ഹെൽത്ത് സർവീസിന് റിട്ടയർ ചെയ്ത സ്റ്റാഫാണ്. ഞങ്ങളാണ് ഇതിൻ്റെ ടീം, ഈ അർച്ചന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടീമാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി, താങ്ക് യു. അർച്ചന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇതുപോലെ വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ സ്ഥാപനങ്ങളും സംരംഭങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. കാണാം. നന്ദി.